ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിരിക്കണം. അപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്ത് പറ്റി? തിരക്കായിപ്പോയി. കുറച്ചിങ്ങനെ തിരക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ വീഡിയോയിൽ ഒന്നാമത് വോയിസ് ഓവറാണ് കൂടുതൽ കൊടുക്കണത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും ടൈം ഉണ്ടായില്ല. വീഡിയോ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. അപ്പൊ ഇന്ന് ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ ഇന്ന് കുക്ക് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് കുക്കിംഗ്. അപ്പൊ ഇന്നെന്തായാലും വിചാരിച്ചു, ടയേർഡായി മൊത്തം. അപ്പൊ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദാബയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. നമ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് റൂട്ട്. ഇതുവരെ പോയിട്ടില്ലല്ലോ. ഞങ്ങക്ക് ഇപ്പൊ അറിയില്ല. ഇവിടുത്തെ നിയർ ബൈ ദാബ നോക്കിയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കണേണ്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല. ജസ്റ്റ് പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, നേരെ തിരിച്ചു വരുന്നു. അയ്യോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് ചെന്നപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടർ എന്ന പോലെ ഒരു സ്പൈസി സാലഡായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എരിവുള്ളൊരു സാലഡായിരുന്നു. എന്താ കഴിക്കണേ? ഞാൻ പാനിപ്പൂരി, പിന്നെ സമൂസ ചാട്ട്, അതിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബട്ടർ നാൻ, പിന്നെ പനീർ ബട്ടർ മസാല, പിന്നെ സൂപ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മാപ്പിൽ നോക്കിയപ്പോ. പക്ഷെ ഇവിടെ സൂപ്പ് ഉണ്ട്. സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പ്, മഷ്റൂം, ബേൺഡ് ഗാർലിക്, വെജ് ക്ലിയർ. ഏത് വേണം? ലെമൺ കൊറിയാൻഡർ അത് വേണ്ട. സ്വീറ്റ് കോൺ വേണ്ട. സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പ് നല്ലതാ. മഷ്റൂം മതി. മഷ്റൂം. ഞാൻ സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പ്. മൈ ഫേവറേറ്റ്. അയ്യോ, പൊട്ടിപ്പോയി. അങ്ങനെ കഴിയാറായപ്പോഴാണ് നമ്മൾ അയ്യോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് രണ്ടുപേരും മറന്നുപോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് കഴിച്ച് കഴിയാറായി. അപ്പോഴാണ് ഓർത്തത് തന്നെ വീഡിയോയുടെ കാര്യം. പിന്നെ അത് കഴിഞ്ഞ് അവർ ഒരു സമൂസ ചാട്ട് ആദ്യം കൊണ്ടുവന്നു. ഞാൻ ഇത് ട്രൈ ചെയ്യട്ടെ. നമ്മുടെ പോലത്തെ അല്ല, ഡിഫറെന്റാ. ഒരു പുളി ടേസ്റ്റ്. ദാബയില് സമൂസയാട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാ. ടേസ്റ്റ് കൂടുതലാ കുറവാ? നമ്മ അവിടെ നിന്നൊക്കെ മേടിക്കണം. നമ്മ ദാബയിൽ അങ്ങനെ പോയി കഴിക്കണം. ഞാൻ ആദ്യം 2 വട്ടം കഴിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാനിത് അക്കൂക്ക് കുറച്ച് കഴിക്കാൻ പറഞ്ഞ് കൊടുത്തു. കാരണം നമ്മിത് 2 പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് പുളി ടേസ്റ്റ് കൂടി നിൽക്കണോണ്ട് എനിക്ക് ഏതായാലും ഒരു പ്ലേറ്റ് മൊത്തം കഴിക്കാൻ പറ്റൂല. നമ്മൾ അപ്പോൾ അവരോട് രണ്ടാമത്തേത് എടുത്തു പോയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഓൾറെഡി എടുത്തു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തിരിച്ചും കൊടുക്കാൻ പറ്റൂല. പിന്നെ എന്നെക്കൊണ്ട് ഇത് ഏതായാലും ഒറ്റയ്ക്ക് ഈ ഒരു ഇത് കഴിക്കാൻ അങ്ങനെ തോന്നിയില്ല എനിക്ക്. യൂഷ്വലി എനിക്കിഷ്ടമാണ് സമൂസ ചാട്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ മഹാരാജ് കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ചാട്ടിൻ്റെ വിൽക്കണ ഒരു സ്ഥലമുണ്ട്.
അപ്പോൾ ഞാനും ഫ്രണ്ട്സും ആഴ്ചയിലൊരു 4 ദിവസമെങ്കിലും എന്തായാലും കഴിക്കും. വെറുതെ നമ്മൾ വഴി പാസ് ചെയ്യാനെങ്കിലും ഈവനിങ് ഇറങ്ങുമ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും, ചാട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പാനിപ്പൂരി കഴിക്കൽ കുറവാണ്, ചാട്ടായിരുന്നു കൂടുതൽ കഴിച്ചിട്ടുണ്ടായി. പക്ഷേ എനിക്കിത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല. എനിക്ക് 2-3 കഴിക്കണതാണ്, പക്ഷെ ഇതെനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ബട്ടനാണ് പനീർ ബട്ടർ മസാല വന്നിട്ടുണ്ട്. അച്ചോട്ടെ മതി, അതെ ഇത് കഴിക്കട്ടെ. പനീർ സവാള വീണം കഴിച്ചോക്കട്ടെ. ചൂട് വേണോ? एक्स्ट्रा भी तो बोले अभी ओके നല്ല പനീർ നോക്കട്ടെ. പോരാന്നാ പറഞ്ഞേ. നല്ലതാ. പനീർ അടിപൊളി. കഴിക്കും. ഇതൊക്കെ അത് നമുക്ക് എന്തിനാണ് ഈ സ്പൂൺ തന്നേക്കണം എക്സ്ട്രാ? നിക്കട്ടെ. How is it? നല്ലതാണോ? ഞാൻ തീർന്നു. കഴിച്ച് വയറെല്ലാം ഫില്ലായി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ക്യാഷ്യറിൻ്റെ ആ ഒരു ഭാഗത്ത് കിലുങ്ങണ ഒച്ച കേൾക്കണത്. അതായത് അയ്യോ അവിടെ എന്താണാവോ, പോണ ആൾക്കാരൊക്കെ നമുക്കിങ്ങനെ കിലുക്കാൻ പോണൊക്കെ കേൾക്കാം. അപ്പോഴാണ് ഞാൻ കണ്ടത് ഈ ഒരു സാധനം ഇത് ഇങ്ങനെ കിലുങ്ങണുണ്ടായിരുന്നു.
ഒരെണ്ണം നോക്കിയപ്പോൾ ജീരകം മിഠായിക്കായിരുന്നു. മറ്റേത് ഞാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല, പിന്നെ ഞാനൊന്നും എടുത്തില്ല. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഏതായിട്ടും ഇഷ്ടമായത്? എനിക്ക് സമൂസ ചാറ്റ് ഇഷ്ടമായി, പാനിപ്പൂരി ഇഷ്ടമായി, ബട്ടർ നാൻ, പിന്നെ എല്ലാ അടിപൊളി തന്നെയായിരുന്നു. കൊള്ളാല്ലേ? ഇവിടെ ഇങ്ങനത്തെ ഷോപ്സ് കുറേ ഉണ്ടെന്നോണ്ടല്ലേ. ഞാൻ ഇങ്ങനെ നമ്മ ഈ ഷോപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിയർ ബൈ ധാബ സെർച്ച് ചെയ്തപ്പോൾ ഒത്തിരി ധാബ കുറേ ഉണ്ട്. അടുത്ത് നമ്മുടെ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെ കുറേ ധാബ. നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ. അപ്പം ഇനി എന്താ പരിപാടി? നേരെ വീട് പിടിക്കുക. ഓക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് ദൂരെയുള്ളൊരു ധാബയിലായിരുന്നു പോയിട്ടുണ്ടായത്. അടുത്ത് വേറെ കുറച്ച് ധാബാസൊക്കെ കണ്ടെങ്കിലും ഇവിടെയായിരുന്നു കുറച്ച് കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാപ്പ് മീൻസ് ഗൂഗിൾ നോക്കിയിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ റിവ്യൂ കണ്ടത് ഇവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ വീട്ടിലേക്ക് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. റോഡിലൊന്നും അങ്ങനെ ആരും ഇല്ല. അല്ലെങ്കിൽ ഇന്ന് എന്തായാലും വർക്ക് കഴിയാനും ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഏതായാലും ഫുഡും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാക്സ് കണ്ടത് കേട്ടോ. ഞാനിവിടുത്തെ മാക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നിയർ ബൈ ഷോപ്സ്, മോൾസ്, പിന്നെ കോസ്മെറ്റിക്സ് കിട്ടണത് ഇവിടെ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റാണ്. പിന്നെ അങ്ങനെയൊക്കെ വെറുതെ നോക്കിക്കൊണ്ട് അപ്പം ഞാനിങ്ങനെ മാക്സ് കണ്ടിരുന്നു, അപ്പുറത്തെ ഒരു സൈഡിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും പോയപ്പോൾ കണ്ടിന്യൂ ഒരു ദിവസം പോകണം. അപ്പം ഞാനിങ്ങനെ ആ കോഡ് ചോദിക്കണമായിരുന്നു അവിടെ ഇങ്ങനെ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ടോ, എങ്ങനെയാണെന്നൊക്കെ, നമ്മുടെ അവിടുത്തെ പോലെയാണോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കത് ആ ഓപ്പോസിറ്റ് കാണുന്നുണ്ടോ കോട്ടക്കൽ ആര്യ വൈദ്യശാല. അപ്പം അയ്യോ അതും ഇവിടെ ഉണ്ടോ, എൻ്റെ ഓതറൈസ്ഡ് ഡീലർ എന്നും പറഞ്ഞിട്ട് അവിടെ അതും കണ്ടു. ഈ ഒരു ഏരിയയിലാണ് എല്ലാവരും രാവിലെ ജോഗിങ് ഒക്കെ വന്നത്, യോഗ അങ്ങനെയൊക്കെ രാവിലെ. ഞങ്ങൾ നേരം വെളുത്ത കഴിഞ്ഞ സമയം കാണാറുള്ളൂ. അതെ, ഒരു 6:30 ടൈമൊക്കെ ആവും. നമ്മിപ്പോ തന്നെ എത്തുമല്ല. അപ്പം നമ്മിപ്പോ തന്നെ എത്തും. അങ്ങനെ ഞങ്ങൾ എത്തി. ഫുഡൊക്കെ കഴിച്ച്, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മ അങ്ങനെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും ഉണ്ടായാലും ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഏതായാലും പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഓരോ പുതിയ വീഡിയോസായിട്ട് ഇനിയും വീണ്ടും വരാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബേസ്മെന്റ് എത്തി. ഇന്ന് കുറേ കാറുണ്ടല്ലേ എല്ലാവരും. ഞങ്ങൾ ഇന്ന് ലേറ്റ് ആയത്. ഞങ്ങൾ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് വേഗം ഫുഡും കൂടെ കഴിച്ചിട്ടാണ് വന്നത്. യൂഷ്വലി അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാകാറില്ല. രാവിലെ പോകുമ്പോഴും ഉണ്ടാവില്ല, തിരിച്ച് വരുമ്പോഴും ഉണ്ടാവില്ല. ഫുൾ പ്ലെയിൻ ആയിരിക്കും മിക്കപ്പോഴും. അപ്പോൾ എല്ലാവരും റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. അയ്യോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.